LP ട്രൈഔട്ടിന് 45ാമത്തെ ദിവസമാണ് ഇന്ന്. ഏകദേശം ഇവിടുത്തെ പരിപാടികളൊക്കെ തീർന്നിട്ടുണ്ട്. സംഭവം എന്തായാലും ദിവസം തന്നെ ഇന്നത്തേക്ക് 45 ദിവസമായി. അങ്ങനെ ഇന്നത്തോടെ ഞങ്ങൾ ഇവിടുത്തെ പരിപാടികളൊക്കെ തീരാണ്. എന്തൊക്കെയായാലും മിസ് യു സാർ, സാഡ് ഡേ അങ്ങനത്തെ കത്തുകളൊക്കെ കുട്ടികളെ അടുത്തുനിന്ന് കിട്ടാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ ലെറ്ററൊക്കെ വായിച്ചൊന്ന് ഇരുന്നാലോചിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത് 1.5 മാസം മിന്നൽ പോലെയാണ് പോയത്. പിന്നെ ആ ആലോചന നിർത്തി ഒരു കുട്ടിയാണ് ലെറ്റർ തുറന്ന് നോക്കിയപ്പോൾ അതിൽ ഡയറി മിൽക്ക് ഒക്കെ ഉണ്ട്. പിന്നെ ഞങ്ങൾ പോകുന്നത് കൊണ്ടാണോ അല്ലാതെയാണോ എന്നൊന്നും അറിയില്ല. എന്തായാലും ഫുഡൊക്കെ സ്പെഷ്യലാണ്. കുട്ടികൾ എന്തായാലും അങ്ങനെ വരിയൊക്കെ വന്ന് നിൽക്കുന്നുണ്ട്. ഫുഡൊക്കെ കൊടുത്ത് തുടങ്ങിയിട്ടുണ്ട്. ഇവിടെ കുറച്ച് പേരാണ് കൈ പ്ലേറ്റ് ഒക്കെ പിടിച്ചാണ് വീഡിയോ പോസ് ചെയ്യുന്നത്. ഇവിടെയാണ് 5 പേരടങ്ങുന്ന ഒരു ഗ്യാങ് ഫുഡ് കഴിക്കുന്നത് തിരക്കിലാണ്. അതിനിടയിലാണ് ഞാൻ ഇത് ശ്രദ്ധിച്ചത്. എവിടെയോ എന്തോ ഒരു തകരാറ്. സംഭവം വേറെ ഒന്നല്ല, ഈ പുള്ളിക്കാരന്റെ പ്ലേറ്റിലാണ് തകരാറ്. അങ്ങനെ അത് കഴിഞ്ഞൊരു ക്ലാസ്സിൽ ചെന്നപ്പോൾ കുട്ടികളെല്ലാവരും ഗിഫ്റ്റ് തരാനുള്ള തല്ലാണ്. അത് പിന്നെ എന്ത് പറയാൻ, ഈ ഫാൻസിനെ കൊണ്ട് ഞാൻ തോറ്റു. ഞാൻ ആരാധകരെ ശാന്തരാകുമെന്ന് കുറെ പറഞ്ഞു നോക്കി, എന്നിട്ടും കേൾക്കണ്ടേ. പിന്നെ എല്ലാവരുടെയും ഗിഫ്റ്റ് ഒന്നിച്ച് തന്നോ എന്ന് പറഞ്ഞാണ് അവരൊന്ന് അടങ്ങിയത്. എന്റെ കൂടെയുള്ള പുള്ളിക്കാർക്കും ഗിഫ്റ്റ് കൊടുക്കണം. സംഭവം ഗിഫ്റ്റ് കൊണ്ടുള്ള ആറാട്ടാണ് ഇവിടെ. സംഭവം എന്തായാലും അവർ തന്ന പേപ്പറിലെല്ലാം സാർ പോകണ്ട, സാറെ ഇഷ്ടമാണ്, അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. അത് കഴിഞ്ഞ് പിന്നെ 3ാം ക്ലാസ്സിലെ പാഠപുസ്തകത്തിൽ കളിമണ്ണ് കൊണ്ട് രൂപം ഉണ്ടാക്കാനുള്ളത് കൊണ്ട് ടീച്ചർ കുട്ടികളെ കൊണ്ട് അത് രൂപം ഉണ്ടാക്കുന്നത് കണ്ടപ്പോൾ അവിടെ ഒന്ന് പോയി നോക്കി. എന്തായാലും കുട്ടികൾ അവരുടെ ക്രിയേറ്റിവിറ്റിക്ക് അത് പല രൂപങ്ങളും അവിടെ ഉണ്ടാക്കുന്നുണ്ട്. അങ്ങനെ 45 ദിവസത്തെ സംഭവപൂലമായ LP ട്രെയിനിങ് ഇവിടെ തീർന്നു. എന്തൊക്കെയായാലും എന്നും ഓർമ്മിച്ച് വെക്കാൻ പറ്റിയ ഒരുപാട് അനുഭവങ്ങളും സ്നേഹവും സൗഹൃദവും എല്ലാം ഇവിടെ നിന്ന് കിട്ടി. സംഭവം മൊത്തത്തിൽ പറഞ്ഞാൽ ജീവിതത്തിലെ വളരെ നല്ലൊരു അനുഭവമായിരുന്നു. അപ്പോൾ ഇത്രയുള്ളൂ.